സഞ്ജുയുടെ ഒരു ഞാനൊരു ചെറിയൊരു എക്സ്പെക്ടേഷൻസ് എനിക്കുണ്ടായിരുന്നു. പ്രോബബ്ലി എഗെയിൻസ്റ്റ് പോകാനുള്ള എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ഇതിലും ഞാനിപ്പോൾ പറയാം. ഇപ്പം പല ആൾക്കാർക്കും ഒരു ഡിസ്കഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അഗർക്കറാണ് ചെയർമാൻ ഓഫ് സെലക്ഷൻ കമ്മിറ്റി. അപ്പോൾ അഗർക്കർ ബോംബെ നിന്നാണ്. അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വരാൻ വളരെ നിസ്സാരമായിട്ടുള്ള ഒരിതാണ്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു ഈ കൊല്ലം ചെന്നൈ സൂപ്പർ കിങ്സിനെ ലീഡ് ചെയ്തില്ല. നമ്മൾ ഫാക്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോബബ്ലി ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം രാജസ്ഥാനൊക്കെ ഒരു 5-6 കൊല്ലം ചെയ്തു. അതുകൊണ്ടാണ് കണ്ടൻഷനിലും റെക്കനിങ്ങിലും വരുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം കഴിഞ്ഞ ഒരു 2-3 പരമ്പരയായിട്ട് സഞ്ജു കളിക്കുന്ന പരമ്പരയിൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സൂര്യകുമാർ യാദവ് സഞ്ജുവിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ സ്ട്രാറ്റജിയൊക്കെ. അപ്പം ഒരു അല്ല നമ്മുടെ സൂര്യകുമാർ യാദവ് സഞ്ജുവിനോട് ഇപ്പം ഗെയ്ക്കോഡാണെങ്കിലും ഋതുരാജ് ഗെയ്ക്കോഡാണെങ്കിലും ഇപ്പോൾ IPL കളിക്കുന്ന സമയത്ത് ഇപ്പം ബോളിങ്ങിൻ്റെ ആണെങ്കിലോ ആരെ കൊണ്ടുവരണം ഒരു സ്ട്രാറ്റജിക്ക് സഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം അത് ചോദിക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെ പുള്ളിക്കാരന് അത് ചിന്തിക്കാനുള്ള ഒരു ക്യാപ്റ്റനായിട്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ്. സോ അത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചുമതലയും ആൻഡ് ഒരു ഏറ്റവും ഹയസ്റ്റ് ഓണറാണ്. ഒരു ക്രിക്കറ്റ് ഒരു കളിക്കാരന് ഇന്ത്യ ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ആൻഡ് എനിക്കത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അത് സഞ്ജു ഇനിയും 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ഇനി ടൈം ഉണ്ട്. എൻ്റെ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു സഞ്ജുവിടെ ഇപ്പോൾ ബാറ്റ് ചെയ്യുന്ന വെച്ചിട്ട് 4 ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഫോക്കസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ T20 4 കൊല്ലം 5 കൊല്ലം എങ്കിലും 35 വയസ്സ് വരെയെങ്കിലും കളിക്കാം. എനിക്ക് തോന്നുന്നു സഞ്ജു ഇപ്പോഴും 30 ആയിട്ടില്ലെന്ന്, അല്ലെങ്കിൽ 31 ആയി. സോ ഇനി 4 കൊല്ലം അറ്റ്ലീസ്റ്റ് ഒരു നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കാം. അതിൻ്റെ ഇടയിൽ ക്യാപ്റ്റൻസി കിട്ടി. ഇപ്പോൾ അടുത്ത കൊല്ലം ചിലപ്പോൾ CSKയുടെ ക്യാപ്റ്റൻ ആവാം. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു പരമ്പര വരുമ്പോൾ ക്യാപ്റ്റൻസി വരാം. അപ്പോൾ പറഞ്ഞാൽ എല്ലാവരും എല്ലാ ടൂർണമെൻറ്റും കളിക്കുന്നില്ല, എല്ലാ മാച്ചും കളിക്കുക. അത്രയ്ക്ക് മാച്ചുണ്ട്. സോ അതിൽ ഒരു മാച്ച് വന്നുകൂടാന്നില്ല, ക്യാപ്റ്റൻസി കിട്ടിക്കൂടാന്നുള്ളതില്ല.